കലാവേണി പ്രൊഡക്ഷൻസും ഒത്താലൊത്തുക്കല സമിതിയും ചേർന്ന് അവതരിപ്പിക്കുന്ന റീൽസ് അപാരത ദ സ്റ്റോറി നെവർ എൻഡ്സ്. അയ്യോ വീണേ വീണേ എടി ഓടി വായോ. അയ്യോ ആരാ വീണത്? എന്താ പറ്റിയേ? ഓ ആരും വീണില്ല, നിന്റെ ഒരു പേര്. എടി വീണേ തീർന്നടി തീർന്ന്. ഒരു മര്യാദയൊക്കെ വേണ്ടേ? നിങ്ങൾ വിളിച്ച കാര്യം പറ മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട് ദോഷം അടുപ്പത്തായിരിക്കണേ. എടി നമ്മുടെ വീട് ഒഴിയണമെന്ന് ഓണറിന്റെ മെസ്സേജ് അയച്ചേക്കുക. വീട് ഒഴിയണമെന്ന് മനുഷ്യന്റെ മൂടും പോയി. സ്വാഭാവികം. കഴിഞ്ഞ ഓണത്തിലല്ലേ ലാസ്റ്റായി റെന്റ് കൊടുത്തത്? വിഷുവല്ല. നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇന്ന് എന്താ പരിപാടി? നീ ചമ്മന്തി അരച്ചോ? പൂവ്. എന്നാ പിന്നെ ഒരു 10 ദോശ എന്നിട്ട് ആലോചിക്കാം. എന്റെ മനുഷ്യ, ഒന്നെങ്കിൽ അയാളുടെ പോയി കാല് പിടിക്കേ, അല്ലെങ്കിൽ പോയി പുതിയ വീട് നോക്ക്. അളിയ ഇതെന്നാ പറ്റി? രാവിലെ അണ്ണാൻ ചാപ്പിയ മാങ്ങാണ്ടി പോലെ ഉണ്ടല്ലോ മോന്താ. കാര്യം പറയളിയ. ഒഴിയണത്രേ. അത്രേ ഉള്ളൂ. ഒരു കട്ടൻ ചായയിൽ നാരങ്ങ നീര് പിഴിഞ്ഞ് ഒരു പിടി പിടിച്ചാണ്ടല്ലോ, പിന്നെ ഞാഹ എന്നൊരക്ഷരം. അതല്ലടാ, ഈ വീട് ഒഴിയണം. അല്ല, നിങ്ങളുടെ ഒക്കെ ഒരു ഫ്രണ്ട് ഇല്ലേ, ഒരു പണിയില്ലാത്ത ഇങ്ങനെ ബടായി പറഞ്ഞ് നടക്കണ ഒരുത്തൻ? സുനീഷോ? ഓ അത് ശരി അളിയ. വാ നമുക്ക് അവനൊന്ന് പോയി നോക്കാം. അല്ല അപ്പൊ ദോശ? ദോശയോ? രാവിലെ 2 കലം പഴങ്കഞ്ഞിയും കുറെ ചായ ഉള്ളിലാക്കിയതാണ്, അതൊക്കെ മതി. ആ വാളിയ. ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു. വീട് നല്ല വീടായിരിക്കണം. ബെഡ്റൂം 1 പോരല്ലേ? 2 തന്നെ ആയിക്കോട്ടെ. പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹോള് അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം. പൂജാമുറിയോ? പൂജാമുറി ആയിക്കോട്ടെ. ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേല് വേണം. നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും. ഇപ്പൊ എല്ലാ സൗകര്യം ഉള്ളൊരു വീട് വേണം അർത്ഥം. അത് തന്നെ. നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ളൊരു വീട് വേണമെങ്കിലേ മാസം ഒരു 2000 രൂപ വാടകയാവും. 2000 രൂപ? അതെ. അത്രയും വാടക? പിന്നെ എത്ര കൊടുക്കാം? 1500. ഇനിയും താഴട്ടെ? 1000. കുറച്ചുകൂടെ താഴട്ടെ. 750. കുറച്ചുകൂടെ പോരട്ടെ? 500. അല്ല കുറച്ചുകൂടെ താഴട്ടെ. ഇനി എവിടം വരെ താഴോ നമുക്ക് പറ. ഒരു 150 വരെ. 150. 2 ബെഡ്റൂം, അതെ. പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, AC, അതെ. 150 രൂപ വാടക. അതെ. വാ, പറ്റിയ സ്ഥലമാണ്. കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. யாரது யாரது? എന്തായാലും ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് ഇത്രയും വലിയൊരു വീട് ഇടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേ അവരിങ്ങെത്തി. വരൂ, വീട് കാണിച്ചു തരാം. ഇതൊക്കെ നീ എപ്പോ വൃത്തിയാക്കാനാ? അളിയ ഇതൊരു വല്ലാത്ത വീടാണ് കേട്ടോ. നിനക്ക് തോന്നിയില്ലേ വന്നപ്പോ മുതൽ അവളുടെ മട്ടും ഭാവമൊക്കെ ഒന്ന് വേറെ തന്നെ? എടാ അത് ഇയാൾക്ക് വെറുതെ തോന്നുന്നതാ. വർഷങ്ങളായിട്ട് അടങ്ങി കിടക്കുന്ന വീടായത് കൊണ്ട് നല്ല ലാഭത്തിൽ കിട്ടിയില്ലേ? അതെ, വെള്ളം ഇങ്ങോട്ട് എത്തിയിട്ടോ. നമുക്കവിടെ വെള്ളം കളിയാ തുടങ്ങിയാലോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും. പിന്നല്ല, ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടി കിടന്നവനാണ് ഈ KK സുനീഷ്. അതെ, ഇത് കണ്ടിട്ടാരും ബൂട്ടും തുറക്കാൻ പോകണ്ട ഗടികളെ. കേട്ടെ ഒഴുക്കിന്ന്. ആയിക്കോട്ടെ. വേണം
അതെ അതെ അതെ, എനിക്കൊരു പാട്ട് പാടാം. അത് വേണോ? അത് കൊള്ളാം. കടുവായെ കിടുവ പിടിക്കുന്നേ ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ അയ്യയ്യ കമോൺ എവരിബഡി കലവും പോയേ കളവും പോയേ കാനായി കുട്ടിച്ചാത്ത സ്വാഹ ആഹ ആഹ സ്വാഹ ഹോയ് 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 കമോൺ എവരിബഡി. എന്റെ അമ്മ മാരകം, എങ്ങനെ സാധിക്കുന്നു? അതെ, ഞങ്ങൾ ഇനി ഒരു ഡാൻസ് കളിച്ച് റീൽസ് ഒക്കെ എടുക്കട്ടെ. എന്റെ പൊന്നെ വേണ്ട, ഞങ്ങളൊന്ന് അടിച്ചു തീർത്തോട്ടെ. ഞങ്ങൾ ഇതൊന്ന് എടുത്തോട്ടെ, എല്ലാരും ഒക്കെ ഉള്ളപ്പോഴല്ലേ പറ്റുള്ളൂ. വേണ്ട വീണേ, ഇപ്പൊ ഡാൻസ് കളിക്കണ്ട. അതെന്താ, ഞാൻ ഡാൻസ് കളിച്ചാല്? ഞാൻ രാവിലെ ഡാൻസ് കളിച്ച് റീൽസ് എടുക്കുന്നു പറഞ്ഞതാണല്ലോ. ഓ വീണ, ഇപ്പൊ ഡാൻസ് കളിക്കണ്ട. വിടമാട്ടെ விடமாட்டே. ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ത്രിഗുണേട്ടാ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇല്ല മോളെ, നീ ഒന്നും പറഞ്ഞില്ല. അല്ല ഏട്ടാ, ആരാ ഈ ഗംഗ? സത്യം പറയടോ, ഏതവളാ ഈ ഗംഗ? എനിക്ക് ഇപ്പൊ അറിയണം. വീണേ, ത്രിഗുണേട്ടാ, ത്രിഗു. പോ മോളെ, നീ ചെല്ല്. ആ ചെല്ല്. എന്റെ പൊന്നെ, ഇപ്പൊ പിച്ച് കീറിയേനെ. എന്റെ പൊന്നിടവേ, ഞങ്ങൾ വിചാരിച്ചു നീ ഇപ്പൊ പടായി തെറ്റി കയറി. അവളുടെ ഒടുക്കത്തെ പെർഫോമൻസ് കാരണം അടിച്ച സാധനത്തിന്റെ മൊത്തം കെട്ട് ഇറങ്ങിപ്പോയി. അവൾ ഏത് സാധനം അടിച്ചളിയാ? നിന്റെ ഒരു കെട്ട് മനുഷ്യനെ കട്ടം പടം ഇപ്പൊ മടങ്ങിയാനെ. ഇവിടെ മനുഷ്യൻ പേടിച്ച് കളസം കയറി നിൽക്കുമ്പോഴാണ് നിന്റെ ഒരു ഹായ് VIP. മനുഷ്യനിപ്പോ RIP ചെയ്യണേ, അപ്പഴാ നിന്റെ ഒരു VIP. എന്റെ അളിയന്മാരെ, ഈ അളിഞ്ഞ കോമഡി നിർത്ത്. എടാ, അമ്മക്കത് ബാധ കയറിയേക്കുന്ന പോലെ. എടാ ശരിയാ, ഇവിടെ പ്രശ്നം കുറച്ച് സീരിയസ് ആണ് കേട്ടോ. ഇതിന് പരിഹാരം പോറ്റി തന്നെ. പോറ്റിയാ? ബാധ ഏതായാലും കലണ്ടർ മനോരമ തന്നെ. അല്ല, ഒഴിപ്പിക്കാൻ കുഞ്ഞുമോൻ പോറ്റി തന്നെ. ബേഷായി, അങ്ങോട്ട് വിളിക്ക. ആയിക്കോട്ടെ. അല്ല, ഈ അരയില് ടോർച്ച്, പിന്നെ താനെന്തിനീ ചൂട്ടും കത്തിച്ചു വരണേ? കേടോ, ഇതൊരു ഹൊറർ സീനല്ലേ, അപ്പൊ ചൂട്ടല്ലേ ഒരു ഗുമ്മ്. എന്താ അടുത്ത പരിപാടി? പെട്ടെന്ന് തന്നെ ഒരു ഹോമം കഴിക്കണം. അതെ, എനിക്കും വേണം 2 ഹോമം. നല്ല വിഷമം. എടാ, ബാധ ഒഴിപ്പിക്കണ്ടേ? ഏതൊരു ബാധയാവോ? ബാധയല്ല, ഒരു ബാധ്യതയാവാതെ നോക്കിയാ മതി. തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കോ സൂക്കേടോ? എനിക്കൊരു കേടുമില്ല. ദേ കണ്ടോ, കണ്ടോ, എനിക്ക് എന്തിന്റെ കേടാ? അതെ, അത് തന്നെ ഞാനും ചോദിക്കുന്നത്. തനിക്കിത് എന്തിന്റെ കേടാ? ഇവിടുന്ന് കിട്ടണം എനിക്ക് ഈ സാധനത്തിന്. നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയാത്തോണ്ടാ. ഞാൻ ഭയങ്കര സംഭവമാണ്. യക്ഷികളെ പാലമരത്തിൽ തറച്ചു തൂക്കുന്നത് എന്റെ ഹോബിയാ. ഈ യക്ഷികളെ കലണ്ടറോ അങ്ങോട്ട് തറച്ചു തൂക്കാൻ? കരിമ്പനാന്ന് കേട്ടിട്ടുണ്ടോ? ജയന്റെ പടമല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല, ഓരോ ടൈപ്പ് ഭേദത്തിനും ഓരോ മരങ്ങൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. എന്തിനാ അങ്ങനെ കലിപ്പിച്ചു കൊടുക്കുന്നത്? കൊടുക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ കൊടുത്തോടെ. നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഞാനൊരു നടന്ന കാര്യം പറയാം. പാതിരാത്രി ഞാൻ ഒറ്റക്ക് പോയപ്പോൾ വഴിയരികിൽ ഒരു... എന്താ എന്റെ ഉദ്ദേശം? സ്വാമി, ചായ. കൈവശമാണോ? ഇതൊന്നും എനിക്ക് കേൾക്കില്ല. ഒഴിഞ്ഞു പോ, ഒഴിഞ്ഞു പോ. എന്റെ പൊന്നു മന്ത്രാദി, അവക്കല്ല ബാധ. തണുത്തു പോണതിന് മുമ്പ് ചായ മേടിച്ച് കൂച്ച്. പറഞ്ഞത് നന്നായി. ഇപ്പൊ പാലമരത്തിൽ തറച്ച് തൂക്കിയനെ. ഓ പിന്നെ, ഇപ്പൊ തൂക്കും. എവിടെ ചെന്നാലും ഈ ഊളച്ചായ തന്നെ.
എന്താ ഒരു കിടും കിടും സൗണ്ട് കേട്ടോ? അത് പേടിച്ചിട്ട് എന്നെ മുട്ടിടിക്കുന്നതാ. എന്ത് പേടിയോ? ഈ കുഞ്ഞു പോറ്റി ഇവിടെ ഉള്ളപ്പോ വന്നൂട്ടോ. ഞാനത് വിടടാ, വിടാനല്ലേ പറഞ്ഞത്? കളത്തിലേക്ക് അവളെ വിടൂ. ദ്രോഹി പോയോ? ബോധം പോകുന്നുണ്ട്. വെള്ളം വെള്ളം വെള്ളം. പോറ്റി ബാധയെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. നിങ്ങൾ എന്നാ പരിപാടി അവളെ കാണിച്ചേ? എന്തിനാണ് അവളെ വിട്ടേ? നീ എന്ത് ചെയ്യും? കൊണ്ട് കൂട്ടിയാ കൂടില്ല. ഞാൻ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരാത്? മഹാതാന്ത്രികൻ വിട്ടിതൻ സഹയാത്രികൻ കുടമുറ്റത്ത് കുത്തിയ കത്തനാ 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 കത്തിയാ മൊത്തം കത്തിയാ. എന്തിനാണോ നിങ്ങളുടെ ഈ ഭവനത്തിലേക്ക് എന്നെ വിളിപ്പിച്ചത്? ആർക്കാണ് ഈ ബാധ അല്ലെങ്കിൽ പ്രേതം അല്ലെങ്കിൽ പിശാച് കയറിയിരിക്കുന്നത്? വേഗം പറയൂ. ഇത് കഴിഞ്ഞ് ബാപ്പയ്ക്കടുത്ത് വിമാനത്തെ ദുബായിക്ക് പോകാനുള്ളതാണ്. ஒரு முறை வந்து நீ பார்த்தாயா அறிந்தாயா திருமுக துன்பம் தீர்த்தாயா அன்புடன் கையில் அணைத்தாயா திருமுகம் துன்பம் தீர்த்தாயா அன்புடன் கையில் அணைத்தாயா. അച്ചോ, നമ്മളെന്തിനാ വന്നേക്കണേ? ഓ, ഞാനത് വിട്ടുപോയി മകളെ. ആ, അച്ഛനായിരുന്നോ? അച്ഛൻ എപ്പോഴാ വന്നേ? ഞാൻ കണ്ടില്ലല്ലോ. എടേ, ഞാൻ ഇത്ര നേരം കിടന്ന് തുള്ളിയത് വെറുതെ അടേ. ആര് തുള്ളിയ കാര്യം അച്ഛൻ ഈ പറയണത്? അപ്പൊ മകള് ഡാൻസ് കളിച്ചോണ്ടിരുന്നതോ? ആര് ഡാൻസ് കളിച്ചു? അച്ഛൻ കണ്ടുവോ? അതെ, ഞാൻ കണ്ടല്ലോ കുഞ്ഞാടെ. ഇല്ല ഇല്ല, ഞാൻ ഡാൻസ് കളിച്ചിട്ടില്ല. നീ കളിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് കളിച്ചത്? ഞാൻ ഡാൻസ് കളിച്ചു, ഇനിയും കളിക്കും. നീ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം മകളെ. അത് പറയാൻ താൻ ആരടോ? ഹൗസ് ഓണറോ? അത് ന്യായം. അച്ചോ, അല്ല പിന്നെ പിന്നെ ഞാൻ എന്തിനാ വന്നേ? ദുരാത്മാവേ, നീ കുഞ്ഞാടിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഓൾ ദുരാത്മാവ് ഗെറ്റ് ഔട്ട് ഹൗസ്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ ആൾക്കാര് വിചാരിക്കും അച്ഛൻ കള്ളം പറയാണെന്ന്. സോറി, ഞാൻ എവിടേക്കും പോണില്ല. നിന്നെ ഞാൻ പാലമരത്തിൽ തറയ്ക്കും. പിന്നെ അച്ഛൻ കൊറേ വിറയ്ക്കും. ഒഴിഞ്ഞു പോ കുഞ്ഞാടെ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ പോകൂല. എടാ, പോകൂലെന്നാ പറയണേ. ഞാനെന്നാ കാട്ടാനാ? എന്റെ പൊന്നച്ചോ, എന്തേലും കാട്ട്. അച്ചോ, ഒന്ന് ആവാഹിച്ചാലോ? എന്റെ സഞ്ചിയിലെ അവസാന ആയുധവും എടുക്കാൻ സമയമായി. ഓം ക്രീം ഐസ്ക്രീം കുപ്പിൽ കയറണ കുട്ടിച്ചാത്ത. ഇയാള് മായാവി പിടിക്കാൻ വന്നാണോ അതോ ബാധ ഒഴിപ്പിക്കാൻ വന്നാണോ? അവസാനമായിട്ട് പറയുക, ഒരച്ഛനാ പറയുന്നത്. കുപ്പിൽ കയറാൻ. കുപ്പിൽ കയറടാ. ഇല്ല ഇല്ല എന്നല്ല പറഞ്ഞത്. എന്റെ അച്ചോ, നീ എന്നാ ചെയ്യും? ഇതിന് പ്രതിവിധിയല്ല, നിന്റെ വിധിയാണെന്ന് കരുതുക. പിന്നെ ഒരോടി വിധിയുണ്ട്. ആ വിദ്യ മനസ്സിലിരിക്കട്ടെ. ഇവിടെ നിന്ന് എങ്ങനെ സ്കൂട്ടാവാന്ന് വെച്ചിട്ടല്ലേ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അല്ലട മണ്ടന്മാരെ, ഇവളെ ഡാൻസിൽ തിളയ്ക്കാൻ ആ ഒടിയന് മാത്രമേ പറ്റൂ. ആരാത്? കോട്ടക്കാരന് കോട്ടക്കാരൻ, പണക്കാരനൊക്കെ പണക്കാരൻ, ചങ്കുകളുടെ ചങ്ക്, മാരക ഡാൻസർ. അവതാര പിറവികളുടെ എല്ലാ രൗദ്രഭാവങ്ങളും ആവാഹിച്ച അമ്മൂട്ടിയുടെ വരവിന്റെ സമയമായി. വൈപ്പിന്റെ രക്ഷാപ്പില് കരയ്ക്കു ഞാൻ അരിയുമ്പോൾ കോളൊന്നു കെട്ടിയട പൊന്നുമോനെ. ലേഡീസിനാണ് ബാധകളെങ്കിൽ
ഒഴിപ്പിക്കാൻ ഞാനല്ലോ മിടുമിടുക്കൻ. ഹോയ് ഹോയ്. 1, 2, 3 ബാധകൾ ഇന്ന് ഞാൻ പൊരിക്കും. Conquer the world with love. ഇതേതായി വേട്ടാവളിയൻ? ഇതാണ് ഞാൻ പറഞ്ഞ പോച്ചെ. എന്തേലും നടക്കോ? എന്നെ പൊന്നു പോച്ചേ, രക്ഷിക്കണം. ദേ, ദീപൾക്കാണ് ബാധ. പിന്നെ ഇവളുടെ അടുത്തേക്ക് അധികം പോണ്ട, അത് ചിലപ്പോ ബാധ്യതയാവേ. അച്ചോ, ആക്ച്വലി എന്താ പ്രശ്നം? ആഹാ, ഇത്രേ ഉള്ളൂ. പക്ഷേ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ. ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. യു മീൻ ഊളംപാറോ ഒരു കുതിരവട്ടം? മ്യൂസിക് പ്ലീസ്. അങ്കരമാ മൗലി മണി തിങ്കളാസി ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകൾ മൊഴികൾ നൽകി ദേവി മാണിക്യവാസകൾ മൊഴികൾ നൽകി ദേവി അങ്കരമാ മൗലി മണിയാസ്യ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസക മൊഴികൾ നൽകി മാണിക്യവാസക മൊഴികൾ നൽകി. ഇതാണ് നൃത്തം. കുട്ടിക്ക് മനസ്സിലായില്ല? ഇതെന്റെ വെസ്റ്റേണും ക്ലാസിക്കലും കൂടി കൂട്ടിക്കുഴച്ചുള്ള ഒരു പുതിയ ഐറ്റമാണ്. ലൈക്ക് ചാളക്കറി ലസാന്യ. തനിക്ക് നൃത്തം എന്താണെന്ന് അറിയോ? എന്നോടോ ബാല, നാട്യശാസ്ത്രത്തിൽ ഭരതനസൈ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയുമോ? കയ്യെത്തുന്നിടത്ത് വായെത്തണം, നാവറിഞ്ഞാൽ ഉള്ളെരിയണം, കണ്ണീന്നും മൂക്കീന്നും വെള്ളം ഒഴുകണം, ഷാപ്പിലെ കറി കഴിച്ച് ഒരുവന്റെ അടപടലം ഇളകിയാടണം, അവൻ ആനന്ദലഹരിയിൽ ആടി തിമർക്കണം. ഒരു ഗുരുവിന്റെ കീഴിലും ഈ നടനം അഭ്യസിക്കാൻ സാധ്യമല്ല കുട്ടി. മ്യൂസിക് പ്ലീസ്. അങ്കരമാ മൗലി മണിയാസ്യ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ. மாதிரி ஆட்டம் என்னால தாங்க முடியாது. நான் போகிறேன். முட்டாள் உன்னை நான். സെഗുണേട്ടാ, എനിക്ക് എന്താ പറ്റിയേ? ഇവരൊക്കെ ആരാ? ഒന്നുമില്ല കുഞ്ഞാടെ, നിന്നിൽ ഒരു ബാധ പ്രവർത്തിച്ചിരുന്നു. അതിനെ ഈ പോച്ച പൂ പോലെ പറിച്ചെടുത്തു. അതെ, ഇവന്റെ വിറപ്പിക്കുന്ന തുള്ളലും തള്ളലും കേട്ട് ബാധയുടെ ബോധം പോയി. അത് നിന്നെ വിട്ടു പോയി. എന്തായാലും സന്തോഷമായി. എന്നാ പിന്നെ നമുക്ക് ആഘോഷിക്കല്ലേ? ഞാൻ ശങ്കരൻ തമ്പി. സുനീഷ്. എടാ മോനെ, நீ இந்த பொம்பளை கூட மட்டும் தானே ஆட்டம் போடுவ, இந்த ஆம்பளை கூட கொஞ்சம் ஆட்டம் போட்டு பாரு. ആദരാഞ്ജലി നേരട്ടെ. Ha